ലോക്സഭയിലെ പ്രതിഷേധം. ഹൈബിയും ഡീനുമടക്കം 8 പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. മുൻ കരസേനാ മേധാവി എം നരവനെയുടെ പുസ്തകത്തിലെ ചൈനീസ് അതിർത്തിയിലെ സംഭവത്തെക്കുറിച്ചുള്ള ഭാഗം ലോക്സഭയിൽ വീണ്ടും പരാമർശിച്ച് പ്രതിപക്ഷം. ഭരണപക്ഷ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ തടസ്സപ്പെട്ടു. സഭാ കാലയളവ് കഴിയുന്നതുവരെ ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ 8 പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു. അമരീന്ദർ സിംഗ് രാജാവാറിംഗ്, മാണിക്യം ടാഗോർ, ഗുർജീത് സിംഗ് ഔജ്ല, കിരൺ കുമാർ റെഡ്ഡി, പ്രശാന്ത് പടോലെ, എസ് വെങ്കടേശൻ എന്നിവരാണ് സസ്പെൻഷനിലായ മറ്റ് എംപിമാർ. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് വീണ്ടും ചേരും. എം നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തിലെ ഭാഗങ്ങൾ വിശദീകരിച്ച് ഇന്നലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇന്നും വിഷയം ഉന്നയിക്കാൻ രാഹുൽ ശ്രമിച്ചു. ഇത് സംബന്ധിച്ച രേഖകളും സ്പീക്കർക്ക് കൈമാറി. എന്നാൽ വിഷയം ഉന്നയിക്കാൻ അനുമതി ലഭിച്ചില്ല. ഇന്നലെ റൂളിങ്ങിലൂടെ അനുമതി നിഷേധിച്ച കാര്യം വീണ്ടും ഉന്നയിക്കരുതെന്ന് സ്പീക്കർ പറഞ്ഞു. പിന്നീട് മറ്റംഗങ്ങളെ സംസാരിക്കാനായി ക്ഷണിച്ചു. ഇതോടെയാണ് പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിച്ച് നടുത്തളത്തിലേക്ക് ഇറങ്ങിയത്. അംഗങ്ങൾ പേപ്പർ വലിച്ചെറിഞ്ഞു. തുടർന്ന് സഭ പിരിഞ്ഞു. 3 മണിക്ക് സഭ വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യണമെന്ന് മന്ത്രി കിരൺ റിജിജു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തുടർന്നാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് സ്പീക്കർ കടന്നത്. കിഴക്കൻ ലഡാക്കിലെ റെജിൻല മേഖലയിൽ 2020 ഓഗസ്റ്റിൽ ചൈനീസ് സൈന്യം നടത്തിയ നീക്കത്തിന്റെ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും ഇന്ത്യയുടെ നീക്കത്തിന് അനുമതി ലഭിക്കാൻ വൈകിയെന്നും ഒടുവിൽ സൈന്യം തീരുമാനിച്ചുകൊള്ളൂ എന്ന മറുപടിയാണ് ലഭിച്ചതെന്നാണ് നരവനെയുടെ പുസ്തകത്തിൽ പറയുന്നത്. 2019-22 കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥയിൽ വിവരിച്ച സംഭവമാണ് രാഹുൽ സഭയിൽ ചൂണ്ടിക്കാട്ടിയത്.